We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, social, economic, and political liberty of thought, expression, belief, faith, and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of the individual and unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായിട്ട് 75 വർഷമാകുകയാണ്. 1950 ജനുവരി 26 നമ്മുടെ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഒരു ജനതയുടെ ജന്മസാഫല്യമായിട്ടാണ് ലോകം അതിനെ വാഴ്ത്തിയത്. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ആശയത്തിൽ ഊന്നി ഒരു ചരടിൽ കോർത്ത വിവിധ നിറത്തിലുള്ള മുത്തുകൾ പോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പടർന്നു കിടക്കുന്ന ഒരു ജനതതി പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ ആശയങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കഴിഞ്ഞ 75 വർഷം ജീവിച്ചു എന്ന് പറയുമ്പോൾ അത് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ലോകം ആദരവോടും അത്ഭുതത്തോടും കൂടി നോക്കിക്കാണുന്നത്. ആയതിനാൽ ഈ സുരഭില സുന്ദര സുദിനത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ധീരദേശാഭിമാനികൾക്ക് ഓർമ്മപ്പൂക്കൾ അർപ്പിക്കാം. നമ്മൾ ഉറങ്ങുമ്പോഴും ഇമ വെട്ടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാത്തു സൂക്ഷിക്കുന്ന ധീര ജവാന്മാർക്ക് എല്ലാവിധ പിന്തുണയും നൽകാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി മഹത്തായ സേവനം ചെയ്ത വിമുക്ത ഭടന്മാരെ ആദരിക്കാം, ബഹുമാനിക്കാം. നമ്മുടെ രാജ്യത്തെ 140 കോടി വരുന്ന ജനങ്ങളെ അന്നമൂട്ടുന്നതിനു വേണ്ടി അഹോരാത്രം പാടത്ത് പണിയെടുക്കുന്ന നമ്മുടെ കർഷകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാം. വൈവിധ്യങ്ങൾക്കും വൈരുദ്ധ്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് നമ്മുടെ മഹത്തായ ഭരണഘടനയെയും ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളുകയും ബഹുമാനിക്കുകയും ചെയ്യാം. അങ്ങനെ ദേശസ്നേഹമുള്ള ഉത്തമ പൗരന്മാരായിട്ട് നമ്മുടെ മുൻഗാമികൾ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്ന നീതിയുടെ, സ്വാതന്ത്ര്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമഭാവനയുടേതായിട്ടുള്ള താക്കോൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാം. ജയ് ഭാരത്.